നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. SFIO അന്വേഷണം റദ്ദാക്കണമെന്നാണ് എക്സാലോജിക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക് ആവശ്യപ്പെട്ടു. SFIO അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നാണ് എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീണ വിജയനെ ചോദ്യം ചെയ്ത് SFIO അന്വേഷണം നടത്തവെയാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിനെയും SFIO ഡയറക്ടറെയും എതിർകക്ഷികളാക്കിയാണ് എക്സാലോജിക്കിന്റെ ഹർജി. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയവും SFIO നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു. ആദായ നികുതി ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ROCയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ എക്സാലോജിക് മൗനത്തിലായിരുന്നു. 2022 നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കെയാണ് എക്സാലോജിക്കിന്റെ ഹർജി. അതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സാലോജിക് വിവാദം ബാധിക്കുമെന്ന ആശങ്കയിലാണ് CPM നേതൃത്വമായിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായ പ്രശ്നമാണെന്നും തെറ്റായ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അണികളെ ബോധ്യപ്പെടുത്താൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇതിനായി ലോക്കൽ ബ്രാഞ്ച് തലത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. ജനങ്ങൾ സംശയം ചോദിച്ചാൽ എന്ത് മറുപടി പറയണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് മുതൽ SFIOയുടെ അന്വേഷണം വരെയുള്ള കാര്യങ്ങളാണ് പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വരുത്താനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെയുണ്ടായ വിവാദങ്ങളിൽ പാർട്ടി മറുപടി പറയാത്തത് എന്താണെന്ന ചോദ്യങ്ങൾക്കും എന്തു മറുപടി കൊടുക്കണമെന്ന് അണികളെ നേതൃത്വം പറഞ്ഞു പഠിപ്പിക്കും. കേന്ദ്ര സർക്കാർ നിർദ്ദേശം അനുസരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിവരുന്ന അന്വേഷണത്തിനെതിരെ വീണയുടെ കമ്പനി എക്സാലോജിക് കോടതിയെ സമീപിച്ചു. SFIO നടത്തുന്ന പരിശോധന തടയണമെന്ന KSIDCയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി തള്ളിയിരുന്നു. ഹർജിയിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തോട് വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്ന് ഹർജി പരിശോധിക്കുന്നതിനിടെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഒന്നും ഒളിക്കാനില്ല എന്നായിരുന്നു KSIDCയുടെ മറുപടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.